വിശ്വസ്തരായി ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ, വിശ്വസ്തരായി ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ, ശക്തിയോടെന്നും നിന്നിടുവാൻ നിൻ കൃപ നൽകണമേ. ശക്തിയോടെന്നും നിന്നിടുവാൻ നിൻ കൃപ നൽകണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 11-ാം ദിനം. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മറ്റൊരു മകുടമാണ് വിശ്വസ്തത. ഏതൊരു ബന്ധത്തെയും കോർത്തിണക്കി തകരാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവിക അടിസ്ഥാനമാണ് വിശ്വസ്തത. പിതാവായ ദൈവത്തിലും പുത്രനായ ക്രിസ്തുവിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം വിശ്വസ്തതയാണ്. വാക്കുകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും തിട്ടപ്പെടുത്തുവാൻ പറ്റാത്ത വിധം അടിസ്ഥാനമിട്ട ഒന്നായിരുന്നു വിശ്വാസം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, പിതാവേ അങ്ങയുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ. ഈ തിരുവചനത്തിലൂടെ തൻ്റെ പിതാവിനോടുള്ള സ്നേഹവും വിശ്വാസവും വെളിവാകുന്നത് നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. ആ പുത്രനായ ക്രിസ്തു നമ്മോട് കാണിക്കുന്ന സ്നേഹം, അനുകമ്പ, കരുണ, ദയ എന്നിവയോടുള്ള അടിസ്ഥാനം വിശ്വസ്തതയാണ്. ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നാം ദൈവത്തോടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. ലോകമോഹങ്ങൾക്കോ പാപചിന്തകൾക്കോ അധീനരാകാതെ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണി വിശ്വസ്തയോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നയിപ്പാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് കഴിയട്ടെ. പ്രിയരെ, നമുക്ക് വിശ്വസ്തതയുണ്ടോ? ദൈവത്തോട്, മനുഷ്യരോട്, നാം ആയിരിക്കുന്ന ജീവിത അവസ്ഥയോട് വിശ്വസ്തത കാണിപ്പാൻ കഴിയുന്നുണ്ടോ? ഈ നോമ്പ് നാളുകളിൽ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ പിതാവിനോട് കാണിച്ച അഗാധമായ വിശ്വസ്തതയെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് യഥാസ്ഥാനപ്പെടുത്താം. ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.